അനശ്വരനായ ശ്രീ സച്ചി എന്ന സംവിധായകൻ സിനിമയാക്കാൻ നിശ്ചയിച്ചിരുന്ന കഥ GR ഇന്ദുഗോപൻ സാർ എന്ന അതുല്യനായ എഴുത്തുകാരനിലൂടെ ജീവൻ വെച്ച കഥ. സുഹൃത്ത് നൽകിയ കഥാതന്തുവിലൂടെ വികാസം കൊടുത്ത് ശ്രീ ഇന്ദുഗോപൻ മെനഞ്ഞെടുത്തത് മലയാളത്തിൽ ചർച്ചാ വിഷയമാക്കേണ്ട കഥാഖ്യാന രീതിയാണ് വിലായത് ബുദ്ധ. ഗൂഗിളിൽ പരതിയാൽ പോലും അധികം വിവരങ്ങൾ കിട്ടാനില്ലാത്തതാണ് ഈ വാക്ക് വിലായത് ബുദ്ധ. അങ്ങനെ ഒരു പദപ്രയോഗത്തിനെ ഈ പുസ്തകത്തിന്റെ പേരിൽ അറിയപ്പെടുന്നതാകും ഉചിതം. അത്രയ്ക്കും ആ പേര് ഈ കഥയോട് അലിഞ്ഞു കിടക്കുന്നു. ഏത് വീക്ഷണത്തിൽ നിന്ന് ചിന്തിച്ചാലും പുതിയ പുതിയ അർത്ഥതലങ്ങൾ കണ്ടെത്താൻ പറ്റുന്ന കഥ. ലളിതമായി ചിന്തിച്ചാൽ അങ്ങനെ, സങ്കീർണതകൾ കണ്ടുപിടിക്കാൻ തുടങ്ങിയാൽ അതുമുണ്ട്. താത്വികമായി ചിന്തിക്കാനാണെങ്കിൽ അതിനും വഴങ്ങിത്തരുന്നു. വായനക്കാരന് തീരുമാനിക്കാം. എഴുത്തുകാരൻ വിത്തുപാകിയ നിലത്തിലൂടെ വായനക്കാരന് സ്വതന്ത്രമായി വിളകൊയ്യാം. നായകനെയും പ്രതിനായകനെയും ഇഷ്ടാനുസരണം മാറി മാറി നിശ്ചയിക്കാവുന്ന തരത്തിലുള്ള സ്വാതന്ത്ര്യം. ശക്തമായ കഥാപാത്രങ്ങളാലും കഥാപാത്രങ്ങളുടെ വാചകങ്ങളാലും കുറ്റം കൊള്ളുന്ന ഒരു കഥ. ചിലർക്ക് ചിലരോട് അകാരണമായ ഒരു അടുപ്പം കാണും. ബന്ധമോ സ്വന്തമോ ഒന്നും അല്ലെങ്കിൽ പോലും തോന്നുന്ന ഒരു അടുപ്പം. അതുപോലെ ഒന്ന് നിഴലിച്ചിട്ടുണ്ട് വിലായത് ബുദ്ധ. വായനയെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും വായിക്കേണ്ട ഒന്ന്. ഒറ്റയിരുപ്പിൽ വായിച്ചു തീർക്കാൻ പറ്റുന്ന പുസ്തകം, അല്ലെങ്കിൽ ഒറ്റയിരുപ്പിൽ വായിച്ച് തീർക്കാൻ തോന്നുന്ന പുസ്തകം. അതിൽ നിന്നൊരു ഞൊടിയിട പോലും വിട്ടുമാറാൻ തോന്നാത്ത, ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള കഥപറച്ചിലിന്റെ ശൈലിയിൽ വായനക്കാരൻ ഇരുന്നു പോകുന്നു. നന്ദി ശ്രീ ഇന്ദുഗോപൻ, വിലായത് ബുദ്ധ എന്ന ഈ വിലപ്പെട്ട പുസ്തകം ഞങ്ങൾക്ക് തന്നതിന്.